വയനാട് CPIM-ൽ അപ്രതീക്ഷിത നേതൃമാറ്റം. പി ഗഗാറിനെ മാറ്റി ഡിവൈഎഫ്ഐ നേതാവ് കെ റഫീഖ് ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. നിലവിൽ ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറിയാണ് 36-കാരനായ റഫീഖ്. ജില്ലാ കമ്മിറ്റിയുടെ ആദ്യ യോഗത്തിൽ റഫീഖിന് 21 വോട്ടും ഗഗാറിന് 6 വോട്ടുമാണ് ലഭിച്ചത്. എന്നാൽ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരം നടന്നുവെന്ന വാർത്ത നേതാക്കൾ നിഷേധിച്ചു. ദീപക് മോഹൻ ചേരുന്നു വയനാട്ടിൽ നിന്ന് നമുക്കൊപ്പം. ഗുഡ് ഈവനിംഗ് ദീപക് മോഹൻ. ജില്ലാ സെക്രട്ടറിയായി ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി വരുമെന്നുള്ളത് ആരെങ്കിലും പ്രതീക്ഷിച്ചിരുന്നോ? എങ്ങനെയാണ് റഫീഖിന് നറുക്കുവീണത്? സുജയ പാർവതി, ജില്ലാ സെക്രട്ടറിയായി ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി തന്നെ എത്തുമെന്ന് ആരും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. നേരത്തെ പി ഗഗാറിനായിരുന്നു വയനാട് ജില്ലാ CPM-ൽ ജില്ലാ സെക്രട്ടറി ആയിരുന്നത്. 2 തവണയാണ് അദ്ദേഹം ജില്ലാ സെക്രട്ടറി ആയിരുന്നത്. അതുകൊണ്ട് തന്നെ 3ാമത്തെ ടേമും അദ്ദേഹത്തിന് തന്നെയാണ് ജില്ലാ സെക്രട്ടറി പദം ലഭിക്കുമെന്നാണ് ഏവരും പ്രതീക്ഷിച്ചിരുന്നത്. അതിനിടയിലാണ് ഇന്നലെയും മിനിഞ്ഞാന്നും ഇന്നുമൊക്കെയായി സുൽത്താൻ ബത്തേരിയിൽ ജില്ലാ സമ്മേളനം നടന്നുകൊണ്ടിരുന്നത്. ഈ ജില്ലാ സമ്മേളനം നടക്കുന്നതിനിടയിലാണ് നേതൃത്വ മാറ്റം എന്നുണ്ടായിട്ടുള്ളത്. ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന കെ റഫീഖാണ് ഇപ്പോൾ CPM ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തിട്ടുള്ളത്. ഇനി വയനാട്ടിൽ CPM-നെ നയിക്കുന്നത് കെ റഫീഖാണ്. നമുക്കറിയാം, കഴിഞ്ഞ പ്രളയത്തിനും അതിനുശേഷമുണ്ടായ ഈ ഉരുൾപൊട്ടൽ കാലത്തുമൊക്കെ വലിയ രീതിയിൽ സന്നദ്ധ പ്രവർത്തകരും ഒപ്പം യൂത്ത് ബ്രിഗേഡും ഒക്കെ ഡിവൈഎഫ്ഐ ഒക്കെ സജീവമായിരുന്നു. പുത്തുമലയിലും മുണ്ടക്കയിലും ചൂരൽമലയിലുമൊക്കെ ഈ സന്നദ്ധ പ്രവർത്തനങ്ങൾക്കെല്ലാം ചുക്കാൻ പിടിച്ചിരുന്നത് അന്ന് ഡിവൈഎഫ്ഐയുടെ സെക്രട്ടറി ആയിരുന്ന റഫീഖായിരുന്നു. ഇതെല്ലാം തന്നെ നേതൃത്വം പരിഗണിച്ചു എന്നാണ് നമുക്കിത് മനസ്സിലാകുന്നത്. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുന്ന നേതാക്കന്മാരുൾപ്പെടെ ഇന്ന് ഈ ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെയായി നടന്ന സമ്മേളനത്തിലെല്ലാം തന്നെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളും പങ്കെടുത്തു. ഏകപക്ഷീയമായാണ് ഇപ്പോൾ റഫീഖിനെ തിരഞ്ഞെടുത്തതെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. പ്രധാനമായും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ